Next, liability under other acts. Liability under IPC, Indian Penal Code. An auditor may also be held liable under the Indian Penal Code for frauds and for furnishing false statement. Indian Penal Code IPC പ്രകാരവും ഓഡിറ്റർ ലയബിൾ ആകും ഈ തെറ്റായ false statement ഒക്കെ നൽകിയാൽ. According to section 197 of the IPC, if the auditor issues any false certificate, it will be considered as a false evidence given in a court of law and he will be held criminally liable. IPC section 197 പ്രകാരം ഓഡിറ്റർ ഒരു ഫോൾസ് സർട്ടിഫിക്കറ്റ്, തെറ്റായ സർട്ടിഫിക്കറ്റ് നൽകുകയാണെങ്കിൽ അത് കോടതിയിൽ അതൊരു തെറ്റായ എവിഡൻസ് നൽകുന്നതിന് തുല്യമാണ്. അങ്ങനെ അദ്ദേഹത്തെ ഒരു ക്രിമിനൽ ലയബിലിറ്റി ആയിട്ട് മാറ്റും. Punishment for such offense may be imprisonment up to 7 years and also a fine. അങ്ങനെ തെറ്റായ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ നൽകുകയാണെങ്കിൽ IPC സെക്ഷൻ 197 പ്രകാരമുള്ള ആ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നൽകുകയാണെങ്കിൽ ക്രിമിനലി ലയബിൾ ആകുമ്പോൾ 7 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും ലഭിക്കാം. Liability under Banking Companies Act 1949. Under section 46 of the Banking Companies Act 1949, if an auditor in any return, balance sheet or other documents willfully makes a statement which is false in any material particular, knowing to be false or willfully omits to make a material statement, he is punishable with imprisonment for a term which may extend to 3 years and is also liable to fine. ഇനി ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് പ്രകാരം ഏതെങ്കിലും റിട്ടേണിലോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൽ ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് മനഃപൂർവ്വം കൊടുക്കുക, അത് തെറ്റാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഫാക്റ്റിൽ തെറ്റായ ഒരു വിവരം നൽകുകയാണെങ്കിൽ അപ്പോഴും അയാൾ ക്രിമിനലി ലയബിൾ ആകും. ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് പ്രകാരം ഇദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് imprisonment up to 3 years and also with a fine. Income Tax Act 1961. Under section 278 of the Income Tax Act 1961, if any person, including an auditor, abets or induces in any manner another person to make and deliver an account statement or declaration relating to any income chargeable to tax which is false and which he either knows to be false or does not believe to be true, he shall be punishable with a simple imprisonment which may extend to 6 months or with fine which may extend to 1,000 or with both. Income Tax Act 1961 പ്രകാരം ഓഡിറ്റർ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരാളോ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷനോ, ഇൻകത്തിൻ്റെ ഡിക്ലറേഷനോ, ടാക്സ് അടയ്ക്കേണ്ട ഇൻകം അത് തെറ്റായ രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഇംപ്രിസൺമെൻറ്റ് ഒരു 6 മാസം വരെ, പിന്നെ അതിൻ്റെ കൂടെ ഫൈൻ ഒരു 1000 രൂപയോ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടെ ആയിരിക്കും ശിക്ഷയായിട്ട് ഇൻകം ടാക്സ് ആക്ട് 1961 ലഭിക്കുക. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. Under this act, an auditor may be held liable as a professional. The act has been enacted to protect the interest of consumers. Consumer Protection Act 1986 ഓഡിറ്റർ ലയബിൾ ആകുന്ന ഒരു പ്രൊഫഷണൽ എന്ന നിലയിലാണ് അദ്ദേഹം ലയബിൾ ആകുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ആ ആക്ട് ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ആക്ട് പ്രവർത്തിക്കുന്നത്. Life Insurance Corporations Act 1956. Under section 104 of Life Insurance Act 1956, an auditor may be sentenced to imprisonment or fine or both if he gives a false statement knowingly in any return, report or other such forms to be issued under the act. Life Insurance ആക്ടിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും റിട്ടേണിലോ അല്ലെങ്കിൽ റിപ്പോർട്ടിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിലോ തെറ്റായ വിവരം ഓഡിറ്റർ നൽകുകയാണെങ്കിൽ ജയിൽവാസവും അതുപോലെ തന്നെ ഫൈനും ചിലപ്പോൾ ഇത് രണ്ടും കൂടി ആയിരിക്കും ഓഡിറ്റർക്ക് ലഭിക്കുക.
ഇത്തരം കാര്യങ്ങളാണ് അതർ ആക്ടിലുള്ള ക്രിമിനൽ ലയബിലിറ്റി. And the last section, auditors liability towards third parties. The third parties like bankers, tax authorities, government, creditors, prospective shareholders, etc. rely completely on certificates, reports and statements of the auditor. Third parties ആയ ബാങ്കേഴ്സ്, ടാക്സ് അതോറിറ്റീസ്, ഗവൺമെൻറ്, ക്രെഡിറ്റേഴ്സ്, പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ് ഇവരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്, അവർ കംപ്ലീറ്റ് ആയിട്ട് അവർ വിശ്വസിക്കുന്നത് ഓഡിറ്റർ നൽകുന്ന സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സിലാണ്. They enter into transaction with the company on the basis of auditor's report without any further inquiry. അവർ കമ്പനിയുമായിട്ട് ഒരു ട്രാൻസാക്ഷൻ ഏർപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഓഡിറ്റർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ ബേസിലാണ്. അവർ വേറെ എൻക്വയറി ഒന്നും നടത്തത്തില്ല. The question arises whether an auditor can be held liable for damages to third parties if they suffered any loss by relying upon auditor's statements. The question arises whether an auditor can be held liable for damages to third parties. നമ്മുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്ററെ എന്തെങ്കിലും തരത്തിൽ ലയബിൾ ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുറ്റക്കാരനാക്കാൻ പറ്റുമോ എപ്പോഴാണ് തേർഡ് പാർട്ടീസിന് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ. ഇഫ് ദേ സഫേർഡ് എനി ലോസ് ബൈ റിലയിങ് അപ്പോൺ ഓഡിറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്, ആ ഓഡിറ്റർ നൽകിയ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ഓഡിറ്ററെ കുറ്റക്കാരനാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. It is argued that an auditor is not liable to third parties since no contractual obligation exists between him and third parties. പക്ഷേ ചിലർ പറയും ഓഡിറ്ററെ ഒരു കാരണവശാലും കുറ്റക്കാരനെന്ന് പറയാൻ പറ്റില്ല, കാരണം തേർഡ് പാർട്ടീസുമായിട്ട് അയാൾക്ക് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനോ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റോ ഒന്നും തന്നെ ഇല്ല. ആസ് ഹി ഈസ് നോട്ട് ആൻ എംപ്ലോയി ഓഫ് തേർഡ് പാർട്ടീസ് ഹു ഹാസ് നോ ഡ്യൂട്ടി ടു ദം. തേർഡ് പാർട്ടിയുടെ ഒരു എംപ്ലോയി ആയിട്ടല്ല ഓഡിറ്റർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഡ്യൂട്ടി ചെയ്യേണ്ട കാര്യമൊന്നും അയക്കില്ല. ഹെൻസ് ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എനി ലയബിലിറ്റി ടു ദം. അതുകൊണ്ട് തന്നെ അവരോട് ഒരു ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതയും ഓഡിറ്റർക്ക് ഇല്ല. In Candler versus Crane, Christmas and Company, it was held that the auditor has no duty to care anybody except his client. Candler versus Crane, Christmas and Company ആ കേസിൽ വന്ന ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർക്ക് മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സംരക്ഷിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ക്ലയൻറ്റിനെ മാത്രം കൈകാര്യം ചെയ്താൽ മതി. ഇറ്റ് വാസ് ഓൾസോ ഹെൽഡ് ദാറ്റ് he cannot be held responsible for any loss suffered by third parties through reliance on accounts audited by him, even though negligence may be proved. അവിടെ വേറൊരു കാര്യം കൂടി തീരുമാനത്തിൽ വന്നു. ഹി കനോട്ട് ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ എനി ലോസ് സഫേർഡ് ബൈ തേർഡ് പാർട്ടീസ്. തേർഡ് പാർട്ടീസിന് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ഓഡിറ്ററെ ഒരു കാരണവശാലും കുറ്റക്കാരനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ആ തേർഡ് പാർട്ടീസ് അവർ വിശ്വസിച്ച് ഇയാൾ ഓഡിറ്റ് ചെയ്ത ആ ബുക്സും അതുപോലെ തന്നെ അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ടും അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ പോലും ഓഡിറ്ററെ ഒരു തരത്തിലും കുറ്റക്കാരനായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ദ കേസ് ഓഫ് അൾട്രാമേസ് കോർപ്പറേഷൻ വേഴ്സസ് ടച്ച് ആൻഡ് അതേഴ്സ്, ദ ക്വസ്റ്റ്യൻ ഓഫ് ഓഡിറ്റേഴ്സ് ലയബിലിറ്റി ഓഫ് ദിസ് നേച്ചർ വാസ് തറോലി റിവ്യൂഡ്. ഈ കേസിൽ ഓഡിറ്ററുടെ ലയബിലിറ്റി അതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇൻ ദിസ് കേസ് എ ബാങ്കർ അഡ്വാൻസ് ലോൺസ് ടു എ കമ്പനി ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഇറ്റ്സ് ബാലൻസ് ഷീറ്റ് വിച്ച് ഹാസ് ബീൻ സൈൻഡ് ബൈ ദി ഓഡിറ്റർ. ഓഡിറ്റർ ഒപ്പിട്ട് നൽകിയ ബാലൻസ് ഷീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബാങ്കിങ് കമ്പനി ഒരു കമ്പനിക്ക് ലോൺ സാങ്ഷൻ ആക്കി. ദ ലെൻഡേഴ്സ് ലോസ് മണി ആസ് ദ ബാലൻസ് ഷീറ്റ് വാസ് ഡിഫക്റ്റീവ് ആൻഡ് മിസ്ലീഡിങ്. അങ്ങനെ ബാങ്കുകാർക്ക് അവരുടെ പണം നഷ്ടമായി, കാരണം ബാലൻസ് ഷീറ്റ് തെറ്റായ ഒരു ബാലൻസ് ഷീറ്റായിരുന്നു, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ പ്രിപ്പയർ ചെയ്തൊരു ബാലൻസ് ഷീറ്റായിരുന്നു. ദെയർ അപ്പോൺ ദ ലെൻഡർ ആൻഡ് ദ ഓഡിറ്റർ ഫോർ sued the auditor for damages. ആ സിറ്റുവേഷനിൽ ബാങ്കർ അല്ലെങ്കിൽ ലോൺ നൽകിയ ആൾ ഓഡിറ്റർക്കെതിരെ ഒരു കേസ് കൊടുത്തു, അവർക്കുണ്ടായ നഷ്ടം നികത്തണം എന്ന് പറഞ്ഞു. The judgment in this case also was given in favor of the auditor on the question of negligence.
ഈ കേസിലും കോടതിയിൽ നിന്നുണ്ടായ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഓഡിറ്റർക്ക് അനുകൂലമാണ്. Again, in the case of Commissioner of Income Tax, Madras versus GM Dandekar, it was held that the auditor does not owe any duty to third parties. അതുപോലെ തന്നെ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സും അതുപോലെ തന്നെ GM ദണ്ഡേക്കർ എന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു കേസിലും വന്ന വിധി എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടിയുമായിട്ട് ഓഡിറ്റർക്ക് ഒരു ലയബിലിറ്റിയും ഇല്ല. But it may be stated here that the decision in Hartley Brine and Company Limited versus Helen and Partners Limited, the auditor can be held liable for negligent statements. പക്ഷേ ഈ ഒരു കേസിൽ ഓഡിറ്ററെ ഒരു തെറ്റുകാരനായിട്ടാണ് പ്രഖ്യാപിച്ചത്. Thus, the decision in the previous cases that the auditor does not owe any duty to third parties does not hold good now. അതുകൊണ്ട് തന്നെ പഴയ കേസിൽ വന്ന ആ ഓഡിറ്റർക്ക് അനുകൂലമായി വന്ന ആ വിധിയൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. The above position is only regard to negligence, but if the auditor is guilty of fraud, he can be held liable to third parties. നേരത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് നെഗ്ലിജൻസിന് മാത്രമേ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. പക്ഷേ അയാൾ എന്തെങ്കിലും ഫ്രോഡ് തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ ആ കേസിൽ തേർഡ് പാർട്ടീസിനോട് അയാൾ ലയബിൾ ആകും. തേർഡ് പാർട്ടീസിനോടാകുന്ന നഷ്ടം ഓഡിറ്റർ നികത്തേണ്ടി വരും. The auditor can be held liable to such parties only when the following facts are ground proved against him. ഈ താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രമേ ഓഡിറ്റർ തേർഡ് പാർട്ടീസിനോട് ലയബിൾ ആവുകയുള്ളൂ. എന്തൊക്കെയാണ് ആ മാറ്റേഴ്സ് നോക്കാം. First one, that the statement or balance sheet signed by the auditor was materially untrue. ഓഡിറ്റർ സൈൻ ചെയ്ത് കൊടുത്ത ബാലൻസ് ഷീറ്റ് അത് മൊത്തത്തിൽ അല്ലെങ്കിൽ മെറ്റീരിയലി വളരെ തെറ്റായ ഒരു ബാലൻസ് ഷീറ്റാണ്. മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ ചതിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത രീതിയിലുള്ള ഒരു ബാലൻസ് ഷീറ്റായിരുന്നു. അത് ഓഡിറ്റർ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന്, that the auditor knew that the statement or balance sheet was untrue. ഓഡിറ്റർക്ക് അറിയാം അയാൾ കൊടുത്ത ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ബാലൻസ് ഷീറ്റ് തെറ്റാണ് എന്നുള്ള കാര്യം ഓഡിറ്റർക്ക് വ്യക്തമായിട്ട് അറിയാം. Thus, the statement and etc. made with an intent that the third party should act on it. ആ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യം, ആ തേർഡ് പാർട്ടി അതിന് മേലെ ഒരു നടപടി എടുക്കണം. നടപടി എടുക്കാൻ മീൻസ് ഇപ്പം ബാങ്കിൽ കൊടുക്കാനുള്ളത് ബാലൻസ് ഷീറ്റൊക്കെ ഇപ്പം ബാങ്കുകാർ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൊടുക്കാൻ വേണ്ടി ഈ ബാലൻസ് ഷീറ്റ് ചോദിക്കുന്നത്. അവർ ഒരു വലിയ പ്രോഫിറ്റൊന്നും ഇല്ല അല്ലെങ്കിൽ നല്ലൊരു ബാലൻസ് ഷീറ്റൊന്നും അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ലോണൊന്നും കൊടുക്കത്തില്ല. പക്ഷേ അവർ ആ ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് തെറ്റായ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ആ തേർഡ് പാർട്ടീസ് അവർ ആ ബാലൻസ് ഷീറ്റിൻ്റെ പേരിൽ ഒന്ന് ആക്ട് ചെയ്യണം, അവരവർ പ്രവർത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ കൊടുക്കുന്ന ഒരു ബാലൻസ് ഷീറ്റ് അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം. That the third party did act upon such a statement and consequently suffered loss and അങ്ങനെ ആ തെറ്റായ ബാലൻസ് ഷീറ്റോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തതിൻ്റെ ബേസിൽ തേർഡ് പാർട്ടീസ് പ്രവർത്തിക്കുകയും ചെയ്തു, ആക്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പേരിൽ അവർക്ക് നഷ്ടം ഉണ്ടാവുകയും സംഭവിച്ചു. That the auditor gave his consent for the inclusion of such a statement in the prospectus. അതുപോലെ തന്നെ ഓഡിറ്റർ ആ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സമ്മതിക്കുകയും ചെയ്തു. ആ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സമ്മതിക്കുകയും ചെയ്തെങ്കിൽ തേർഡ് പാർട്ടീസിനോട് ഓഡിറ്റർ ലയബിൾ ആകും. Then liability of an honorary auditor. In the case of charitable institutions or social organization or clubs, auditor may undertake the audit work without receiving any fees or remuneration. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷനോ ക്ലബ്ബ് അങ്ങനെയുള്ള കേസിൻ്റെയൊക്കെ ഓഡിറ്റ് എടുക്കുമ്പോൾ ഓഡിറ്റ് റിക്വയർഡ് അത് ഫ്രീ ആയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഫീസോ റെമുനറേഷനോ ഒന്നും വാങ്ങിക്കത്തില്ല. However, such an auditor will also be held liable for negligence on misfeasance as in the case of a paid auditor. അങ്ങനെ റെമുനറേഷൻ വാങ്ങിച്ചില്ല എന്നും പറഞ്ഞ് അയാളുടെ ലയബിലിറ്റിക്കൊന്നും മാറ്റവും വരുന്നില്ല. അത് ഫീസ് വാങ്ങിച്ച് ചെയ്യുന്ന അതേ സിറ്റുവേഷനിൽ അയാൾക്ക് എന്തുമാത്രം ലയബിലിറ്റി ഉണ്ടോ അതേ ലയബിലിറ്റി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്താലും
അയാൾക്ക് നെഗ്ലിജൻസിനായാലും മിസ്ഫീസൻസിനായാലും ലയബിൾ ആകും. ഇൻ ദ കേസ് ഓഫ് ഫെയർ ഡീൽ കോർപ്പറേഷൻ ബോംബെ versus Gopal Krishna Rao, it was held that once the auditor has accepted his job, he is responsible for the work done by him. ഈ കേസിൽ ഫെയർ ഡീൽ കോർപ്പറേഷൻ ബോംബെയും ഗോപാൽ കൃഷ്ണ റാവും തമ്മിലുള്ള കേസിൽ വന്ന വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഓഡിറ്റർ അക്സെപ്റ്റ് ചെയ്തു, ഈ ഓഡിറ്റ് വർക്ക് ഏറ്റെടുക്കാം എന്ന് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ ആ ഓഡിറ്റ് വർക്കിൽ അയാൾ ചെയ്തതിൻ്റെ അകത്ത് അയാൾ റെസ്പോൺസിബിളാണ്. എന്ത് തെറ്റ് ചെയ്താലും അതിന് ലയബിൾ ആവുകയും ചെയ്യും. ഓക്കെ, ഇതോടുകൂടി മൊഡ്യൂൾ 4 കഴിഞ്ഞു. ഞാൻ മൊഡ്യൂൾ 5 ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഇനി എടുക്കുന്നത്.